ഐഫോണുകളുടെ വില കുറിച്ചു എന്ന വാർത്ത പുറത്തെത്തിയിരിക്കുകയാണ്. 3 മുതൽ 4% വരെ ഫോണുകളുടെ വിലയിൽ കുറവുണ്ടെന്നാണ് വിവരം. കേന്ദ്ര സർക്കാർ സ്മാർട്ട് ഫോൺ ഇറക്കുമതി നികുതി കുറച്ചതിന് പിന്നാലെയാണ് പുതിയ ഐഫോൺ വില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഐഫോൺ 15, ഐഫോൺ 15 പ്രോ, ഐഫോൺ 15 പ്രോ മാക്സ്, ഐഫോൺ 14, ഐഫോൺ 13, ഐഫോൺ SE എന്നീ ഫോണുകളുടെ വിലയിലെല്ലാം മാറ്റമുണ്ടാകും. 300 രൂപ മുതൽ 6000 രൂപ വരെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇതാദ്യമായാണ് ഐഫോൺ പ്രോ മോഡലുകളുടെ വില ഇന്ത്യൻ മാർക്കറ്റിൽ കുറയ്ക്കുന്നതെന്നാണ് പ്രത്യേകത. ഇന്ത്യയിൽ നിർമ്മിച്ച ഐഫോൺ 13, ഐഫോൺ 14, ഐഫോൺ 15 മോഡലുകൾക്ക് $3.6 വില കുറയുക. ഏകദേശം 300 രൂപ വരും ഇത്. ഐഫോൺ SEക്ക് 2300 രൂപയും ഐഫോൺ 15 പ്രോയും പ്രോ മാക്സും 6000 രൂപ വിലക്കുറവിലും ലഭിക്കും. ഐഫോൺ 15 പ്രോ 1.29 ലക്ഷം രൂപയ്ക്ക് ലഭിക്കും. പ്രോ മാക്സിന്റെ വില 1.59 ലക്ഷത്തിൽ നിന്ന് 1.54 ലക്ഷമായി കുറഞ്ഞു. അതേസമയം പുതിയ നിരക്കുകൾ ഐഫോൺ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വിലക്കുറവ് ചെറിയ ആശ്വാസമാണെങ്കിലും മറ്റ് വിപണികളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഇപ്പോഴും ഐഫോൺ വിലയേറിയ വസ്തു തന്നെയാണ്. US വിപണിയിൽ $999, ഏകദേശം 83,000 രൂപ വിലയുള്ള ഐഫോൺ പ്രോ മോഡൽ ഇന്ത്യയിൽ സ്വന്തമാക്കണമെങ്കിൽ ഏകദേശം 1.29 ലക്ഷം രൂപ വേണം. ചൈനീസ് വിപണിയിൽ ഐഫോണ് ഡിമാൻഡ് കുറയുന്നതിനിടെയാണ് ഇന്ത്യയിൽ വില കുറയുന്നതെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ജൂണിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാതിയിൽ ചൈനയിലേക്കുള്ള ഐഫോൺ ഇറക്കുമതിയിൽ 6.7% ഇടിവുണ്ടായതായാണ് ടെക് റിസർച്ച് സ്ഥാപനമായ കനാലിസ് പുറത്തുവിട്ട കണക്ക്. ചൈനയിൽ ആപ്പിൾ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതേസമയം ഇന്ത്യ ഇപ്പോഴും ആപ്പിളിന്റെ സുപ്രധാന വിപണികളൊന്നായി തുടരുകയാണ്. ഇന്ത്യയിൽ ആപ്പിൾ ഉപയോക്താക്കൾ കുതിച്ചുയരുകയാണെന്നാണ് US ആസ്ഥാനമായുള്ള മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് ചെയ്തത്. 2023-ൽ 42% വർധനയാണ് ഇന്ത്യയിൽ നിന്നുള്ള വരുമാനത്തിൽ ആപ്പിളിനുണ്ടായത്. $8.7 ബില്യൺ ആപ്പിളിന്റെ ഇന്ത്യൻ വരുമാനം ഉയർന്നിരുന്നു. ഐഫോൺ ഇറക്കുമതിയിലും വൻ കുതിപ്പുണ്ടായി. 39% മുൻ വർഷത്തെ അപേക്ഷിച്ച് 2023-ലുണ്ടായ വർധന. ഇതുവഴി ലോകത്തെ തന്നെ ഐഫോണിന്റെ 5ാമത്തെ വലിയ വിപണിയായി ഇന്ത്യ. യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യം പോലും ഇന്ത്യക്ക് മുന്നിലില്ലെന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ രാജ്യത്ത് ആദ്യമായി ഐഫോൺ 16 പ്രോ, ഐഫോൺ 16 പ്രോ മാക്സ് മോഡലുകൾ നിർമ്മിക്കാൻ ആപ്പിൾ ആലോചിക്കുന്നുണ്ട്. AI ഫീച്ചറുകളോടെ എത്തുന്ന ഐഫോൺ 16 ആവശ്യക്കാർ ഏറുമെന്ന് മനസ്സിലാക്കി ഈ വർഷം മാത്രം 90 മില്യൺ കോടി ഐഫോണുകളാണ് ആപ്പിൾ നിർമ്മിക്കുന്നത്. സെപ്റ്റംബറിലാണ് ഐഫോൺ 16 മോഡലുകൾ അവതരിപ്പിക്കുക. ജൂലൈ 22-ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 3ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മൊബൈൽ ഫോണുകളുടെ വില കുറയുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. സ്മാർട്ട് ഫോണുകളുടെ ഇറക്കുമതി നികുതി 15 മുതൽ 20% വരെ കുറയ്ക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണിപ്പോൾ ആപ്പിൾ ഐഫോണുകളുടെ വിലക്കുറവും.